ട്രംപണ്ണന്റെ ഈ തിരക്കിട്ട പോക്കെങ്ങോട്ടെന്ന് അറിയാം. അതെ, ഏതായാലും പെരുന്നാളൊക്കെ ആയില്ലേ, നോമ്പ് കഴിഞ്ഞു, ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ ആയി. പെരുന്നാളിന്റെ സമയത്ത് തന്നെ 4 ബോംബ് കൊണ്ട് ഇറാനിൽ ഇട്ട് കഴിഞ്ഞാലേ മൊത്തത്തിൽ ഒന്ന് കൊളായി കിട്ടും. ഹജ്ജ് കൊളായി കിട്ടും, പെരുന്നാൾ കൊളായി കിട്ടും. മൊത്തത്തിൽ ഇറാൻ തിരിച്ച് UAE-ലോട്ടും സൗദിയിലേക്കൊക്കെ അടി വരും. അപ്പൊ ആകെ ഒരു ഇതാക്കണം. ലോകത്തിൽ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്, നടപ്പിലാക്കുന്നത്, ഒതുക്കുന്നത്, നടത്തുന്നത് എന്നുള്ള ആ ഒരു ചിന്ത ലോകത്തിൽ മൊത്തം കൊണ്ടുവരണം. ഞങ്ങളില്ലെങ്കിൽ ലോകമില്ല, ഞങ്ങളാണ് എല്ലാം എന്നുള്ള ആ ഒരു എന്താ പറയുക ഉള്ളിലെ ചിന്തകൾ. അത് അമേരിക്കൻസും അതിപ്പം ഇനിയിപ്പം നമ്മുടെ ജൂതന്മാരാണെങ്കിലും ഈ രണ്ടുപേരും മതി ലോകത്തിൽ ജീവിക്കാൻ, പ്രത്യേകിച്ച് ജൂതന്മാർ മതി ലോകത്തിൽ ജീവിക്കാൻ, അവർക്ക് വേണ്ടി വിടുപണി എടുക്കുന്ന അമേരിക്കക്കാർ മതി എന്നുള്ളൊരു ചിന്ത. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മകന്റെ കല്യാണം പോലും റദ്ദ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് പോലും പോകണ്ടെന്ന് വെച്ചിട്ട് US ഒഫീഷ്യൽസിന്റെ ഒക്കെ ലീവുകൾ വരെ ക്യാൻസൽ ചെയ്ത്, എമർജൻസി ലീവുകൾ വരെ ക്യാൻസൽ ചെയ്ത് തന്റെ സകല പരിപാടികളെ ഒഴിവാക്കി വൈറ്റ് ഹൗസിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രംപിന്റെ കാറിന്റെ ദൃശ്യങ്ങളാണ് ഇന്നലെ പുലർച്ചെ മുതൽ ഈ ദൃശ്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് എന്തോ ഒരു വലിയ സംഭവം ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതുവരെ ഇറാനുമായിട്ടുള്ള എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഖത്തറിന്റെ പ്രതിനിധികൾ വന്നിരുന്നു ഇറാനിലോട്ട് ചർച്ചകൾക്കായിട്ട്. അങ്ങനെ പല ചർച്ചകൾ നടന്നു, ഒന്നും നടന്നിട്ടില്ല. കാരണം ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ചല്ല, ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്ക നിർത്തണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇറാൻ നിർത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ പണി നോക്കിപ്പോ എന്ന് പറഞ്ഞതുകൊണ്ട് ചർച്ചകളൊന്നും മുന്നോട്ട് പോകുന്നില്ല. യുദ്ധം നടക്കും. പെരുന്നാളാണ്, ഇന്ന് 23-ാം തീയതിയായി. ഇനി ഒരു 3-4 ദിവസം കൊണ്ട് പെരുന്നാൾ വരികയാണ്. അപ്പം അപ്പോഴേക്കും അതിന്റെ ഇടയിലേക്ക് അടിച്ച് ഈ ലോകത്തിലെ മൊത്തം സമാധാനം കണ്ട് കെടുത്തുക. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സമാധാനം കെട്ടുകഴിഞ്ഞാൽ അത്രയും സന്തോഷം ജൂതനെ വിടുവാ പണിയെടുക്കുന്ന ഈ പറഞ്ഞ ട്രംപിനും. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറേ ആൾക്കാർ ചോദിച്ചു, എന്നും ഒരുപാട് അപ്ഡേറ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വാറിന്റെ അപ്ഡേറ്റുകൾ ഈ വീഡിയോ ഒരുപാട് ചെയ്യാത്തത്. പക്ഷേ ഇന്ന് കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ട്. കുറച്ച് സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത്ര ചെറുതായിട്ട് കാണാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഇത് ഇന്ന് ട്രംപിന്റെ ഒരു പോസ്റ്റാണ് കേട്ടോ. അതായത് ഹലോ ഗ്രീൻലാൻഡ് എന്നും പറഞ്ഞിട്ട് ഗ്രീൻലാൻഡിനെ ഉറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ട്രംപ്. അതായത് ഇറാനിലെ യുദ്ധം ഏകദേശം മതിയായിട്ടുണ്ട്. പറഞ്ഞ് വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒരു കാര്യം നടക്കുന്നില്ല. നെതന്യാഹുവിന് വേണ്ടി പണിയെടുത്ത് ട്രംപിന് തന്നെ കുറേയൊക്കെ മടുത്തു. അപ്പം ഇനി എത്രയും പെട്ടെന്ന് ഇറാന്റെ യുദ്ധം എടുത്ത് തീർക്കണം. പക്ഷേ നെതന്യാഹു ഇട്ട് സമ്മതിക്കുന്നില്ല. പുള്ളിക്ക് അല്ലെങ്കിൽ ആ ഒരു വൃത്തികെട്ട ചിന്താഗതി ചെകുത്താന്മാർക്ക് ഇറാനെ തീർക്കണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് ഇനി പെട്ടെന്ന് ചിലപ്പം ഈ പെരുന്നാൾ തീരുന്നവരെ 4 അടി അടിച്ചിട്ട് അവസാനം ഞങ്ങളെ യുദ്ധം ജയിച്ചു എന്നും പറഞ്ഞ് ട്രംപ് യുദ്ധം നിർത്താനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഗ്രീൻലാൻഡിലോട്ട് നോക്കാൻ. അവിടെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പ്രതിരോധവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമുക്കത് പിടിച്ചെടുക്കാമല്ലോ. അത് പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ധാതു സമ്പത്തും ബാക്കി സമ്പത്തുകളൊക്കെ നമുക്ക് തന്നെ അതിനെ എതിർക്കാൻ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഈ എന്താ പറയുക നാറ്റോ രാജ്യങ്ങളൊന്നും മുന്നോട്ട് വരില്ല. കാരണം അവന്മാരെ കൊണ്ടൊന്നും പറ്റൂല. ഇറാനെ പോലെ അല്ലെങ്കിൽ ഇറാൻ പ്രതിരോധിച്ച പോലെ ഒരു ലോകരാജ്യങ്ങൾക്കും പറ്റൂല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് ഇനി ഗ്രീൻലാൻഡിൽ ഞാൻ തോറ്റിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു 3-4 ബോംബ് ഇടുമായിരിക്കും. അത് മുമ്പത്തെ യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. B2 ബോംബേഴ്സ് ഇട്ടിട്ട് ഞങ്ങളാണ് യുദ്ധം ജയിച്ചത് എന്നും പറഞ്ഞിട്ട് അമേരിക്ക യുദ്ധം നിർത്തിപ്പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇസ്രായേലും തോറ്റമ്പി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വലിയ നീക്കങ്ങൾ ഗ്രീൻലാൻഡ് തൊടുന്നതിന് മുമ്പ് ഇവിടെ തീർക്കാനുള്ള ഒരു കലാശക്കൊട്ടുക എന്നുള്ള രീതിയിലുള്ള ചില നീക്കങ്ങൾ ട്രംപിന്റെ സൈഡിൽ നിന്ന് വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇന്നലെ ഒരുപാട് അല്ലേ പാകിസ്ഥാന്റെ അസീം മുനീർ ഇപ്പോഴും ടെഹ്റാനിൽ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നും ഇല്ല എന്നാണ് കേട്ടത്. അതല്ലാണ്ട് ഖത്തറിന്റെ വിദേശകാര്യ വക്താക്കൾ വന്നിരുന്നു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ആ ചർച്ച അലസിപ്പോയി, അവർ തിരിച്ചുപോയി. മറ്റുള്ള എല്ലാ രീതിയിലുള്ള ചർച്ചകളൊക്കെ ഏകദേശം വഴിമുട്ടിയിട്ടുണ്ട്. അതായത് ഇറാന്റെ കയ്യിലുള്ള യുറേനിയം വിട്ടുകൊടുക്കണം. റെജീം ചേഞ്ച് ഒന്നും ഇപ്പോൾ പ്രശ്നമല്ല, നടക്കൂല എന്ന് മനസ്സിലായി. റെജീം ചേഞ്ച് തൊടാൻ പറ്റുന്നില്ല, ഒരു ചേഞ്ചസ് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവരുടെ മിസൈലിന്റെ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ മിസൈൽ ഉണ്ടാക്കുന്നതിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും അമേരിക്കക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും 80% മിസൈലുകളും ലോഞ്ചറുകളും അതുപോലെ സുരക്ഷിതമായിട്ട് തന്നെ അവരുടെ താവളങ്ങളിലുണ്ട്. പിന്നെ ഹിസ്ബുള്ളനെ തടയണം അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകളെ തടയണം, നടക്കുന്നില്ല. ഹിസ്ബുള്ള ദിവസം വെച്ചിട്ട് 10-15 ഡസൺ കണക്കിൽ ഇസ്രായേലി ഈ പറഞ്ഞ ജൂത പട്ടാളക്കാരെ കൊന്നു പെട്ടിയിലാക്കി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരിച്ച് ലെബനോനിൽ നല്ല ആക്രമണം നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾ മരിക്കുന്നുണ്ട്. ലെബനോൻ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഇസ്രായേലിന്റെ ടാങ്കുകൾ ദിവസവും 10 ടാങ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ 10 എണ്ണം കാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ദേഷ്യം അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മുടെ ചെകുത്താന്മാർക്ക്. പിന്നെ ബാക്കി പറഞ്ഞ ഒരു കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അപ്പം ഇനിയിപ്പം യുറേനിയത്തിൽ അങ്ങ് പിടിക്കാം. യുറേനിയം പിടിച്ച ലോകരാജ്യങ്ങളോട് പറയില്ല, ഇത് ഇറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തെങ്ങാനും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആണവായുധം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളെല്ലാവരും തീർക്കുന്നു പറഞ്ഞാൽ ആ ഒറ്റ കാര്യത്തിൻ്റെ മുകളിൽ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇറാൻ വളരെ വ്യക്തമാക്കി ഇന്ന് ഇറാന്റെ മിലിറ്ററി IRGCയുടെ സൈഡിൽ നിന്ന് അവരുടെ വക്താക്കളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തസ്നീം ന്യൂസിലൊക്കെ സോഴ്സിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതായത് US-ന്റെ സൈഡിൽ നിന്ന് ഏത് രീതിയിലുള്ള ആക്രമണങ്ങൾ വന്നാൽ ഞങ്ങളത് നോക്കിക്കോളാം. യുദ്ധമാണെങ്കിൽ യുദ്ധം, ഒരു മഹായുദ്ധമെങ്കിൽ മഹായുദ്ധം, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റാണെന്നും പറഞ്ഞിട്ട് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ കരുതിക്കൂട്ടി അല്ലെങ്കിൽ ചിന്തിച്ച് തന്നെ ഇരിക്കുകയാണ് അമേരിക്ക
ചതിക്കും അല്ലെങ്കിൽ ചതിയന്മാരാണ് പെരുന്നാളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധം അല്ലേ, ഇപ്പടിക്കും പറഞ്ഞാൽ ഒരു മാസത്തെ സന്നാഹങ്ങൾക്ക് ശേഷം നോമ്പിൻ്റെ തലേ ദിവസം കയറി അടി തുടങ്ങി. നോമ്പിൻ്റെ ആ ഒരു മൊത്തം നോമ്പിന് അവർ യുദ്ധം ചെയ്തു. എന്നിട്ടും ഇറാനെ തകർക്കാൻ പറ്റിയില്ല. ഒരു 38 ദിവസത്തോളം യുദ്ധം ചെയ്തിട്ട് അവസാനം ഞങ്ങളുടെ കയ്യിലുള്ള, അതായത് ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർത്ത സമയത്ത് അവർ യുദ്ധം നിർത്തി. ഇപ്പം അതൊക്കെ ഫില്ല് ചെയ്ത് അടുത്ത പെരുന്നാളായി. ഇനി പെരുന്നാളിന് അങ്ങോട്ട് അടിച്ചു തുടങ്ങുക. ഹജ്ജും പെരുന്നാളും ഒക്കെ അല്ലേ, ഒക്കെ നമുക്കിട്ട് കൊളാക്കാം എന്നുള്ള ചിന്തയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ച് തൻ്റെ വീക്കെൻഡിലെ ഗോൾഫ് പ്ലാനുകളൊക്കെ ഒഴിവാക്കി, അതായത് വീക്കെൻഡിലെ തൻ്റെ വിനോദങ്ങളൊക്കെ ഒഴിവാക്കി, സ്വന്തം മകൻ്റെ കല്യാണത്തിന് പോലും പോകാതെ സ്വന്തം അതായത് US ടോപ്പ് ഒഫീഷ്യൽസിൻ്റെ ഒക്കെ ലീവുകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് അവരുടെ ട്രാവലുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഓടുന്നുണ്ട്. എന്തോ ഒരു എസ്കലേഷൻ വരികയാണ്, അതായത് ഒരു യുദ്ധത്തിൻ്റെ സന്നാഹം ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണ് ആ ഒരു ന്യൂസ് ഇന്ന് ഇപ്പം എല്ലാ ന്യൂസ് ഏജൻസീസും പുറത്തോട്ട് വിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ വാ നമുക്ക് കൈകോർത്തിരിക്കാം, കൈകോർത്തല്ല നമുക്ക് ഇടിച്ചുകൊണ്ടിരിക്കാം എന്നും പറഞ്ഞിട്ട് ഇറാൻ ഒരു സൈഡിൽ നിന്ന് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ്റെ വ്യോമ പാതകളെല്ലാം അടച്ചിട്ടുണ്ട്. അതായത് ഇറാന് മുകളിലൂടെയുള്ള വ്യോമപാത അടച്ചുകൊണ്ട് ഒരു നെറ്റോം, അതായത് വ്യോമ മുന്നറിയിപ്പിനാണ് NOTA എന്ന് പറയുന്നത്, അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രാദേശിക ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അവസാനത്തെ ഫ്ലൈറ്റ് ആയിട്ടുള്ള ഖത്തറി നയതന്ത്രജ്ഞരൊക്കെ അവിടുന്ന് ഇറാനിൽ വിട്ടുപോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ, ടെഹ്റാനിൽ നിന്ന് മടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. US പ്രതിരോധ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തങ്ങളുടെ മെമ്മോറിയൽ ഡേ വാരാന്ത്യം, മറ്റന്നാളും അവിടെ ലീവാണ്, തിങ്കളും അവിടുത്തെ US ഹോളിഡേ ആണ്, ആ അവധികളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. US അതിൻ്റെ സഖ്യകക്ഷികളുമായിട്ട് ലക്ഷ്യമിട്ട 3ാം സമര പദ്ധതി തയ്യാറാക്കി, അതായത് അടുത്ത ഒരു യുദ്ധത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. യുദ്ധം വീണ്ടും ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ് തങ്ങളെന്ന് വ്യക്തമാക്കി. അത് ഞങ്ങൾ തടുക്കാൻ ഞങ്ങളും റെഡിയാണെന്ന് ഇറാൻ്റെ സൈഡിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് നേരവും ഒരു യുദ്ധം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തുൾസി ഗബ്ബാർ ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലെ രാജിവെച്ചു. ആരാണ്? അമേരിക്കയുടെ ഇൻ്റലിജൻസ് മേധാവിയാണ്. കഴിഞ്ഞ കുറച്ച് ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ തന്നെ ട്രംപുമായിട്ടുള്ള പല സ്വരച്ചേർച്ചകളുണ്ട്. എങ്കിലും ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്കയുടെ, അതായത് ടെററിസ്റ്റ് വിങ്ങിൻ്റെ ഹെഡ്, ഇപ്പം ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ ഹെഡ്, US നേവി ഹെഡ്, ഡിഫൻസ് ഹെഡ് എല്ലാവരും അവിടുന്ന് റിസൈൻ ചെയ്തിട്ടും അതല്ലെങ്കിൽ പുറത്താക്കിയും പോയിട്ടുണ്ട്. അമേരിക്ക കണ്ടതിൽ എനിക്ക് തോന്നുന്നു യുദ്ധ സാഹചര്യത്തിൽ അതിനെ മുന്നോട്ട് നയിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ് എല്ലാവരും റിസൈൻ ചെയ്തും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ആദ്യമായിട്ടായിരിക്കും ഒരു അമേരിക്കൻ ഭരണകൂടത്തിന് ഉണ്ടാകുന്നത്. കാരണം ആ യുദ്ധം ധാർമ്മികമല്ല എന്ന് വ്യക്തത, അതായത് അതിൻ്റെ എക്സ്ട്രീമിറ്റി കടന്നു പോയിട്ടുണ്ട് എന്നുള്ള വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ ട്രംപുമായിട്ടുള്ള ഈ സ്വരച്ചേർച്ചകൾ വരുന്നതും ഹിഗറ്റ്സുമായിട്ടുള്ള സ്വരച്ചേർച്ചകൾ വരുന്നതും. അതായത് ഒരു ഭ്രാന്തമായിട്ടുള്ള ചിന്തയെ കൂടെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർക്കറിയാം. അത് തന്നെയാണ് ഇത്രയും ആളുകളുടെ രാജിവെച്ച് അവർ പുറത്തോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അപ്പം ഇനി ഇപ്പോൾ പെരുന്നാളാണ്, അറബ് രാജ്യങ്ങൾ കരുതിയിരുന്നുള്ള, കാരണം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ടെഹ്റാൻ്റെ സൈഡിൽ നിന്ന്, അതായത് ഇറാൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം ഒന്ന് ഇസ്രായേലിലേക്കാണെങ്കിൽ അടുത്തത് വരാൻ പോകുന്നത് UAE തന്നെ ആയിരിക്കും. UAE ഭാഗമായിട്ട് കുവൈറ്റിനടിക്കും, ബഹ്റൈനടിക്കും, സൗദിനടിക്കും. എനിക്ക് തോന്നുന്നു ഖത്തറിലോട്ട് ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് അടിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഖത്തർ വീണ്ടും ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട്, അതായത് സമാധാനത്തിനും ഇതിന് ഇൻവോൾവ് ആയതുകൊണ്ട് സൗദിയിലോട്ടും ചിലപ്പം കുറച്ചൊരു ഇതിൻ്റെ സൗദിയും കുറച്ചൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ UAE കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ജൂതന്മാർ മതി, ജൂതന്മാരുടെ ജഡ്ഡി വരെ ഞങ്ങൾ എന്താ പറയുക കഴുകി കൊടുക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് UAE മുന്നോട്ട് പോകുന്നത്. അതിനുള്ള അടി UAEക്ക് കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇറാൻ അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ തന്നെയാണ് UAE. അത് വ്യക്തമായി UAE കഴിഞ്ഞ് UAEൻ്റെ പിന്നിലാണ് സൗദി. അപ്പം UAE അടിക്കാനുള്ള, അല്ലെ UAEയിലോട്ട് അടിക്കാനുള്ള ചാൻസ് വളരെ അധികം ഉണ്ട്. അപ്പോൾ UAEയിലുള്ള സകല മലയാളികളും ബാക്കിയുള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്ക് അയൺ ഡോം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. 100 അയൺ ഡോം ഇസ്രായേലിൽ വെച്ചിട്ടും അവിടെ ബോംബ് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 അയൺ ഡോം UAEയിൽ കൊണ്ട് വെച്ചതുകൊണ്ട് UAEനെ മൊത്തം രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പൊന്നുമില്ല. ഇറാൻ്റെ മിസൈലുകൾ അത്രയും സ്ട്രോങ് ആണ്. ഇനി അത് മാത്രമല്ല, ഇറാൻ ഈ പറഞ്ഞ 8 കേന്ദ്രങ്ങളിലോട്ടല്ലാണ്ട്, അതായത് അമേരിക്കൻ കേന്ദ്രങ്ങളിലോട്ടല്ലാണ്ട് മറ്റ് പുറത്തോട്ടുള്ള, അതായത് മറ്റ് ഭാഗങ്ങളിലോട്ടുള്ള യുദ്ധം ഇറാൻ വ്യാപിപ്പിക്കുന്നതും കൂടെ ഇറാൻ്റെ സൈഡിൽ നിന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പം സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരുന്നുള്ള ഒരു യുദ്ധം ആസന്നമായിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ. പെരുന്നാളൊക്കെ ഏത് രീതിയിലാവും, ഹജ്ജൊക്കെ ഏത് രീതിയിലോട്ട് കുളമാവും ഒക്കെ എന്നുള്ളത് ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നോക്കാം. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിലെടുത്ത് പുതിയ അപ്ഡേറ്റുകൾ പറയാം. ബൈ.